CMSലെ 9ാം ക്ലാസ്സിലെ മലയാളം ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഒരു പ്രാവശ്യം കൂടി സ്വാഗതം. നമ്മൾ കുപ്പിവളകൾ എന്നുള്ള കഥയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് പുസ്തകം നമ്മൾ വായിച്ചു കഴിഞ്ഞു. സാറാ തോമസാണ് കഥ എഴുതിയത്. പേജ് നമ്പർ 14 പുസ്തകം കയ്യിൽ വേണം. 2 ഖണ്ഡികകൾ 2 പാരഗ്രാഫുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ബാക്കി ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞു നിർത്തിയത്, അതായത് അന്ധയായിട്ടുള്ള ഈ പെൺകുട്ടിക്ക്, അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് പല കാര്യങ്ങളും കേട്ടറിവ് മാത്രമേ ഉള്ളൂ, അത് കണ്ടു പരിചയമില്ല. അതുകൊണ്ട് അവൾ കേൾക്കുന്ന പല കാര്യങ്ങളുടെയും ശരിക്കുള്ള അർത്ഥം അവൾക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് പറഞ്ഞു, തൻ്റെ കണ്ണുകളുടെ നിറഞ്ഞ അന്ധകാരത്തിലേക്ക് വാക്കുകൾക്ക് വലിയ അർത്ഥമൊന്നുമില്ല. ഉദാഹരണം ഞാൻ പറഞ്ഞു, അല്ലെ വ്യത്യസ്ത നിറങ്ങളെക്കുറിച്ചോ അല്ലെ വ്യത്യസ്തമായ ആകൃതികളെക്കുറിച്ചോ ഒന്നും ഇവർക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ അവൾ തികച്ചും അജ്ഞയാണ്. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് സംസാരിക്കുമ്പോൾ പലപ്പോഴും കുറേ സമയം പോയി കിട്ടും എന്നല്ലാതെ വലിയ പ്രയോജനമൊന്നും അവൾക്കുണ്ടാകാറില്ലായിരുന്നു. ഏതായാലും അതിഥികൾ അവിടെ വന്നിട്ടുണ്ട്. വിശിഷ്ട അതിഥി ആര് വന്നിട്ടുണ്ട്. അത് ശബ്ദം കൊണ്ടാണ് ഇവൾ മനസ്സിലാക്കിയത്. എങ്ങനെയാണ്? കാറിൻ്റെ ഡോറ്, അല്ലെ വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം, കാറിൻ്റെ ഡോർ അടയുന്ന ശബ്ദം. അപ്പോൾ അതിലൂടെ ഏതോ അതിഥി തങ്ങളുടെ ഈ അനാഥാലയത്തിൽ വന്നിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. ഉദ്ദേശിച്ചതുപോലെ ആരോ വന്ന് കയ്യും പിടിച്ചു കഴിഞ്ഞു. സേതുവാണെന്ന് തോന്നുന്നു. വാ വേഗം വാ കണ്ണമ്മേ, അവിടെ ആരോ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവൾക്ക് തനിയെ നടക്കാൻ കഴിയാത്തതുകൊണ്ട് പരസഹായം കൂടാതെ ഈ അതിഥികൾ എത്തുന്ന സ്ഥലത്തേക്ക് പോകാൻ നിവൃത്തിയില്ലല്ലോ. അത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ് അല്ലേ. അതുകൊണ്ടാണ് രാവിലെ ഭക്ഷണം കഴിക്കാൻ പോലും ഇതുവരെയും പോകാൻ അവൾക്ക് കഴിയാതെ നിൽക്കുന്നത്. അപ്പോൾ ആരോ ഒന്ന് കയ്യിൽ അവളെ കരഗ്രഹിച്ചുകൊണ്ട് അങ്ങോട്ട് നടക്കുകയാണ്. അപ്പോൾ ആ കരസ്പർശത്തിൽ നിന്ന് തൻ്റെ കൂടെയുള്ള സേതു എന്ന് പറയുന്ന കുട്ടിയാണ് എന്ന് നമുക്ക് തോന്നി. എല്ലാ ദിവസങ്ങളിലും തന്നെ മുൻപന്തിയിൽ നിർത്തണമെന്ന് എന്തുകൊണ്ടോ സിസ്റ്റർ അമ്മയുടെ പ്രത്യേക നിർബന്ധമാണ്. അപ്പോൾ ഈ അതിഥികളിങ്ങനെ വരുന്ന സമയത്ത് അവരിൽ നിന്ന് കൂടുതൽ ദയയും കരുണയും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരിൽ നിന്ന് കൂടുതൽ സംഭാവന പ്രതീക്ഷിച്ചുകൊണ്ട് സിസ്റ്റർ അമ്മ തന്നെ അന്ധയായിട്ടുള്ള തന്നെ ഈ മുൻനിരയിൽ, കുട്ടികളുടെ മുൻനിരയിൽ നിർത്തുവാൻ നിർബന്ധം പിടിക്കാറുണ്ട്. ഞങ്ങൾക്ക് ഇങ്ങനെയും ഒരാളുണ്ട്, കണ്ണിന് കാഴ്ചയില്ലാത്ത കണ്ണമ്മ. എന്നിട്ട് അതിഥികൾക്ക് സിസ്റ്റർ അമ്മ പരിചയപ്പെടുത്തും. എന്താണ്? ഞങ്ങൾക്ക് ഇങ്ങനെയും ഒരു അന്തേവാസിയുണ്ട്, കണ്ണിന് കാഴ്ചയില്ലാത്ത കണ്ണമ്മ എന്ന പെൺകുട്ടി. തന്നെ അങ്ങനെ പറഞ്ഞ് പരിചയപ്പെടുത്താനും മറക്കാറില്ല. ചിലപ്പോൾ ചിലരുടെ മനസ്സിൻ്റെ അലിവ് ഒരു നെടുവീർപ്പായി കാതുകളിൽ വന്ന് പതിച്ചെന്നിരിക്കും. അതിൽ കവിഞ്ഞ് അവിടെ നിർത്തുക. അപ്പോൾ ഇങ്ങനെയൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ ചിലരൊക്കെ ഇങ്ങനെ ദീർഘനിശ്വാസം വിടുന്നത് ഇവൾ കേട്ടിട്ടുണ്ട്. അല്ലാതെ പ്രത്യേകിച്ച് പരിഗണനയൊന്നും ഒരു അതിഥികളിൽ നിന്നും ഇവൾക്ക് വ്യക്തിപരമായി കിട്ടിയിട്ടില്ല. ഒരുപക്ഷെ സ്ഥാപനത്തിന് പലപ്പോഴും കിട്ടിയിട്ടുണ്ടാകാം. ചിലരുടെ മനസ്സിൻ്റെ അലിവ് ഒരു നെടുവീർപ്പായിട്ട് ഇവളുടെ കാതുകളിൽ വന്ന് പതിക്കാറുണ്ടായിരുന്നു. പലരും നെടുവീർപ്പെടുന്നത് ഇവൾ കേട്ടിട്ടുണ്ട്. അല്ലാതെ പ്രത്യേകിച്ച് ആരെങ്കിലും ഇവളെ വിളിച്ച് ഇവൾക്ക് വ്യക്തിപരമായി ഇവളെ ആശ്വസിപ്പിക്കുകയോ എന്തെങ്കിലും സമ്മാനം കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെയും. എന്തോ കാഴ്ചയില്ലാത്ത കണ്ണമ്മയാണ് താൻ. തൻ്റെ ലോകം വളരെ ഇടുങ്ങിയതാണ്. അപ്പോൾ ഒരു അന്ധയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ലോകം വിശാലമല്ല, വളരെ ഇടുങ്ങിയ ഒരു ലോകമാണ് അവൾക്കുള്ളത്. മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനാവാത്ത വിധം. നമ്മൾ ഒരു ദിവസം നമ്മുടെ 2 കണ്ണ് ഒന്ന് കെട്ടിയിട്ട് ഒരു ദിവസം മുഴുവൻ നമുക്ക് വന്ന് ജീവിക്കാൻ തീരുമാനിക്കുക. എന്നും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ഒരു ദിവസം 2 കണ്ണുകളും ഇങ്ങനെ കെട്ടി പോയി നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ ഇവിടെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനാവാത്ത വിധം വളരെ ഇടുങ്ങിയ ഒരു ലോകമാണ് ഒരു അന്ധയായ പെൺകുട്ടിക്ക് ഉള്ളത്. മേരിയും ലിസയും സേതുവുമൊക്കെ പറഞ്ഞു രസിക്കുന്നതൊന്നും തനിക്ക് ഉൾക്കൊള്ളാനാവില്ല. അതുകൊണ്ട് തന്നെയാവും അവർ തന്നെ സംഭാഷണങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ തിടുക്കപ്പെടുന്നത്. ഇവിടെ കൂടെ താമസിക്കുന്ന അന്തേവാസികളായ ഒരു 3 പെൺകുട്ടികളുടെ പേര് ഇവിടെ പറഞ്ഞു, മേരി, ലിസ, സേതു. ഇവർ പല കാര്യങ്ങളുമൊക്കെ പറഞ്ഞ് രസിക്കാറുണ്ട്. ഇവർ പറയുന്നതൊന്നും ഇവൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ഇവളെ അവർ സംഭാഷണങ്ങളിൽ നിന്ന് ഒഴിവാക്കുകയാണ് പതിവ്. എന്തായിരിക്കും ഒഴിവാക്കാൻ കാരണം? അപ്പോൾ ഞാനൊന്ന് പറയട്ടെ,
അപ്പോൾ നമ്മൾ ഒരു ഇപ്പോൾ മേരി ലിസയോട് പറയാണ്, അപ്പോൾ ഒരു വസ്തുവിൻ്റെ ആകൃതിയെക്കുറിച്ച്, ഷേപ്പിനെക്കുറിച്ച്, അതങ്ങനെ ചതുരാകൃതിയിലുള്ളതാണ്, അത് ദീർഘചതുരാകൃതിയിലുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഉടനെ ഇവിടെ ചോദിക്കും ദീർഘചതുരം എന്താണ്, അതെങ്ങനെ ഇരിക്കും? കണ്ണമ്മ ചോദിക്കില്ലേ? കാരണം കണ്ണമ്മയ്ക്ക് അതറിയില്ലല്ലോ. അപ്പോൾ അല്ലെങ്കിൽ ഒരു ചുവന്ന പൂവിനെക്കുറിച്ച് പറയുകയാണ്, അപ്പോൾ ഇവൾ ചോദിക്കും ചുവപ്പോ, അതെങ്ങനെ ഇരിക്കും? അതെന്തോ നിറമാണ്, അതെങ്ങനെ ഇരിക്കും? അപ്പോൾ ഇങ്ങനെ അവൾക്കുണ്ടാകുന്ന അല്ലെങ്കിൽ ഈ കണ്ണമ്മയ്ക്കുണ്ടാകുന്ന എല്ലാ സംശയങ്ങൾക്കും മറുപടി പറയാനൊന്നും ഈ കുട്ടികൾക്ക് പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? ഒഴിവാക്കും, പരമാവധി ഒഴിവാക്കും. പിന്നെ ഒരേ ഒരു ആളുണ്ട്, ദേവു എന്ന് പറയുന്ന ഒരു കുട്ടി. ദേവു പലപ്പോഴും ഇവളെ പല കാര്യങ്ങളും പറഞ്ഞ് പഠിപ്പിക്കാറുണ്ടായിരുന്നു. അത് ഇവളുടെ കൈവെള്ളയിൽ അവളിങ്ങനെ ചൂണ്ടുവിരൽ കൊണ്ട് ചിത്രങ്ങളൊക്കെ വരച്ചാണ് അവൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നത്. അതിനെക്കുറിച്ചൊക്കെയാണ് അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്. എന്തെങ്കിലും തന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരേ ഒരാൾ മാത്രം ദേവു ചേച്ചി. ദേവു ചേച്ചി എന്താ ചെയ്യുക? തൻ്റെ കൈവെള്ള മടിയിൽ പിടിച്ചു വെച്ച് ഓരോന്നിൻ്റെയും പേര് പറഞ്ഞിട്ട് ചൂണ്ടുവിരൽ കൊണ്ട് അമർത്തി വരയ്ക്കും, അല്ലേ? നീളത്തിൽ, വട്ടത്തിൽ, വളഞ്ഞ് ചിലപ്പോൾ കൈ കൊണ്ട് തൊടിയിപ്പിക്കും. ഇങ്ങനെ ഇവളെ കൈകളിൽ ചിത്രം വരും, ചിലപ്പോൾ നീളത്തിൽ ചിത്രം, പിന്നെ ചില വട്ടത്തിലൊക്കെ. ഇപ്പോൾ വളയെക്കുറിച്ചൊക്കെ അല്ലേ, ഇങ്ങനെയാണ് വളയിരിക്കുന്നതെന്നൊക്കെ അല്ലേ, ഇവളുടെ കൈവെള്ളയിൽ ചൂണ്ടുവിരൽ കൊണ്ട് വൃത്തം വരച്ച് ദേവ് പഠിപ്പിക്കുമായിരുന്നു, പറഞ്ഞ് മനസ്സിലാക്കിക്കുമായിരുന്നു. അപ്പോൾ ചില വസ്തുക്കളൊക്കെ ഇവൾ കൈകളുകൊണ്ട് തൊടിയിപ്പിക്കും. ഇങ്ങനെയൊക്കെ നോക്കും. ഏതായാലും അതിഥികളുടെ പ്രസംഗം തീർന്നു എന്ന് തോന്നുന്നില്ല. എല്ലാവരും കൈയടിക്കുകയാണ്. ചുറ്റും ആഹ്ലാദ പ്രകടനങ്ങളുടെ അടക്കി പിടിച്ച ഒച്ചകൾ. ഇപ്പോൾ എന്തോ ഒരു ആഹ്ലാദ ശബ്ദം അതിഥികൾ സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ഇവൾക്കൊന്നും കാണാൻ കഴിയില്ലല്ലോ, ഇല്ല, മറ്റുള്ളവർ എന്തോ അടക്കി പിടിച്ച ഒച്ചകളൊക്കെ കേൾക്കണം. അപ്പോൾ സാധാരണ തങ്ങൾ നിശബ്ദം പിരിഞ്ഞു പോവുകയാണ് പതിവ്. ഇന്ന് ഇതിന് വിപരീതമായി എന്തുകൊണ്ടാണ് ഈ പുതുമ? അപ്പോൾ മറ്റുള്ളവർക്ക് അത് കാണാൻ കഴിയും, കാരണം ഇവർ കുറേ സമ്മാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സമ്മാനങ്ങളൊക്കെ മറ്റു കുട്ടികൾക്ക് കാണാൻ കഴിയും, ഇവർക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് മറ്റുള്ളവർ ആഹ്ലാദ പ്രകടനം നടത്തുന്നത്. ഇവൾക്കത് കാണാൻ കഴിയാത്തത് കൊണ്ട് അല്ല, ഇവൾക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇന്നെന്താണ് പിന്നെ നമ്മൾ ഈ സാധാരണ അതിഥികൾ വന്ന് അവരൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ നിശബ്ദമായിട്ട് പിരിഞ്ഞ് മുറികളിൽ പോവുകയാണ് പതിവ്. ഇന്നെന്താ ഇവിടെ എല്ലാവരും അടക്കി പിടിച്ച ശബ്ദവുമായിട്ട് നിൽക്കുന്നത്? ചെവിയോർത്ത് നിന്നു. പെട്ടെന്ന് സിസ്റ്ററമ്മ ഉച്ചത്തിൽ എല്ലാവരോടുമായി വിളിച്ചു പറഞ്ഞു, വന്ന അതിഥി തങ്ങൾക്കൊക്കെ പുതുവസ്ത്രങ്ങൾ തരാൻ പോവുകയാണെന്ന്. ഇതിനു മുമ്പ് ഒരിക്കൽ ഇതുപോലെ ഒരു വ്യക്തി ഓണത്തിന് പുതുവസ്ത്രങ്ങൾ സമ്മാനിച്ചതാണ്. അന്ന് തൻ്റെ കൂട്ടുകാരുടെ ഇടയിലെ സന്തോഷത്തിമിർപ്പ് എന്തായിരുന്നു? രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നതുവരെയും അതേക്കുറിച്ചുള്ള സംസാരം നിർത്തിയിരുന്നില്ല. അപ്പോൾ ഇന്ന് ഈ അതിഥികൾ പുതുവസ്ത്രങ്ങളുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ മുൻപൊരിക്കൽ ഇതുപോലെ വസ്ത്രം കിട്ടിയിട്ടുണ്ട്. അന്നിതുപോലെ രാത്രി ഉറങ്ങുന്നതുവരെയും എൻ്റെ കൂട്ടുകാർ, ആ ഡോർമെട്രിയിലുള്ള കൂട്ടുകാരൊക്കെയും ഇതിനെക്കുറിച്ച്, ഈ വസ്ത്രങ്ങളുടെ നിറത്തെക്കുറിച്ചും അല്ലെ അതിൻ്റെ ഡിസൈനിനെക്കുറിച്ചും അതിൻ്റെ ആകർഷണീയതയെക്കുറിച്ചും ഒക്കെ ധാരാളം സംസാരിച്ചു. അപ്പോൾ തനിക്ക് അതിലൊന്നും താല്പര്യമൊന്നും തോന്നിയില്ല, കാരണം തനിക്കിതുപോലെ നിറമെന്തൊന്നും അറിയില്ലല്ലോ, അല്ലേ? അതിൽ ചിത്രം എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ തന്നെ സംബന്ധിച്ചിടത്തോളം പുതു വസ്ത്രം എന്ന് പറഞ്ഞാൽ മുഷിഞ്ഞത് മാറി മറ്റൊന്ന് എടുക്കുക എന്നുള്ള ഒന്ന്, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ സംബന്ധിച്ചിടത്തോളം അതിലൊന്നും ഒരു പുതുമയും ഉണ്ടായിരുന്നില്ല. കണ്ണമ്മ ദാ ഇങ്ങോട്ട് നീങ്ങി നിൽക്ക്, കൈ രണ്ടും നീട്ടിക്കോ. ഇത് തൻ്റെ കയ്യിലും ഒരു കോടി ഉടുപ്പായി. ഒരു കോടി ഉടുപ്പെന്ന് ഒരു പുതിയ വസ്ത്രമായി. അടിച്ച് നനച്ച് കുളിക്കുമ്പോൾ മാറി ഉടുക്കാനൊരു വസ്ത്രമെന്നല്ലാതെ. അപ്പോൾ ഇവളെ സംബന്ധിച്ചിടത്തോളം പുതുവസ്ത്രം എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേക പുതുമയൊന്നുമില്ല. കുളിച്ച് കഴിയുമ്പോൾ മാറാനൊന്ന്, അത്രയേ ഉള്ളൂ, അല്ലേ? വേറെ ഒരു പ്രത്യേകതയില്ല, കണ്ണിന് കാഴ്ചയില്ല. അതാണ് ഇങ്ങനെ മുഖം വലിച്ചു കെട്ടി. സിസ്റ്റർ അമ്മയാണല്ലോ പറഞ്ഞത് ഉള്ളിലൊരു നടുക്കം. അപ്പോൾ ഇവളെ എല്ലാവരും തീർച്ചയായിട്ടും വിടർന്ന പുഞ്ചിരിയോടെ ആയിരിക്കാം ഈ സമ്മാനങ്ങൾ സ്വീകരിച്ചത്. പക്ഷേ ഇവളുടെ മുഖത്ത് ഒരു ഭാവവ്യത്യാസവും ഇല്ല. ഭാവവ്യത്യാസത്തിൽ കൈ നീട്ടി ഇവൾ വസ്ത്രം വാങ്ങി. അപ്പോൾ സിസ്റ്റർ അമ്മ അതിഥിയോട് പറയാണ്, അവൾക്ക് കാഴ്ചയില്ല, അതുകൊണ്ടാണ് അവൾ ചിരിക്കാതൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്, മുഖം വലിച്ചു കെട്ടിയൊക്കെ നിൽക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഇവക്കൊരു നടുക്കമുണ്ടായി. കാരണം സിസ്റ്റർ അമ്മ വഴക്ക് പറയും. മുമ്പ് സിസ്റ്റർ അമ്മ പറഞ്ഞിട്ടുള്ളതാണ്, ഉള്ളിലൊരു നടുക്കം. ആരെങ്കിലും എന്തെങ്കിലും സമ്മാനിച്ചാൽ പുഞ്ചിരിയോടെ വേണം സ്വീകരിക്കാൻ എന്ന് കഴിഞ്ഞ തവണ തന്നെ താക്കീത് തന്നതായിരുന്നു എന്ന് പെട്ടെന്ന് ഓർത്തു. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഒരിക്കൽ സമ്മാനം സ്വീകരിച്ച സമയത്ത് തന്നെ സിസ്റ്റർമ്മ താക്കീത്, ആരെങ്കിലും എന്തെങ്കിലും തന്നെ ചിരിച്ചുകൊണ്ട് വേണം വാങ്ങാനെന്ന്. ചിരിക്കാൻ മറന്നുപോയി
അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്നും സിസ്റ്ററമ്മ ഒരുപക്ഷെ വഴക്ക് പറയാൻ സാധ്യതയുണ്ട്. ഇനി വന്നയാൾ പോയി കഴിഞ്ഞാൽ തന്നെ പിടിച്ച് ശകാരിക്കുമോ ആവോ. അല്ല, ആരോ പുറകോട്ട് വലിച്ച് നീക്കുകയാണ്. ആരോ പുറകോട്ട് വലിച്ച് നീക്കി. വാ കണ്ടമ്മ, ലിസയാണ്, കോടി കിട്ടിയല്ലോ, ഇനി വഴി മാറിക്കൊടുക്കുക, നിന്നെ അങ്ങ് കൊണ്ടാക്കിയേക്ക്, ഏതായാലും പുതിയ വസ്ത്രം കിട്ടിയില്ലേ അല്ലേ, ഇനി നമുക്ക് വഴി മാറിക്കൊടുക്കുക, ഞാൻ നിന്നെ എൻ്റെ റൂമിൽ നിൻ്റെ സ്ഥാനത്ത് കൊണ്ടുവന്ന് ആക്കാം എന്ന് പറഞ്ഞു. അടുത്ത പേജ്. ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് അവർ പുറത്തേക്ക് നടത്തി. ആ വന്നച്ചി, അമ്മച്ചിയെ നിനക്ക് കാണാൻ പറ്റിയില്ലല്ലോ, എന്ത് നല്ല അമ്മച്ചി, നമുക്കൊക്കെ കോഴി തന്നില്ലേ, കൂടെ അവരുടെ മോളുമുണ്ട്, എന്ത് നല്ല സുന്ദരിയാണെന്നോ, നമ്മുടെയൊക്കെ അത്ര വരും, തിളങ്ങുന്ന പച്ച തട്ടുള്ള ഉടുപ്പാണ് ഇട്ടിരുന്നത്. അപ്പോൾ ഈ കൂട്ടുകാരി കണ്ണമ്മയോട് വന്ന അതിഥികളെക്കുറിച്ച് സംസാരിച്ച കാര്യങ്ങളായി പറഞ്ഞത്. ഒരമ്മയും മകളുമാണ് വന്നത് അല്ല, നല്ല അമ്മയാണ്, നമുക്ക് പുതിയ വസ്ത്രം തന്നില്ലേ, കൂടെ ഒരു മോളുണ്ടായിരുന്നു, നല്ല സുന്ദരിക്കുട്ടിയാണ്, നമ്മുടെയൊക്കെ അത്ര വരും, പിന്നെ നമ്മളെപ്പോലെയൊക്കെ തന്നെയാണ്, നമ്മുടെ എത്രയൊക്കെ വരും, പിന്നെ നല്ല തിളങ്ങുന്നുള്ള ഒരു പച്ച തട്ട് ഉടുപ്പ്, അടുക്ക് ഉള്ള ഉടുപ്പാണ് ഇട്ടിരുന്നത് എന്നൊക്കെ പറഞ്ഞു. കാരണം അവൾ പറഞ്ഞ ചില വാക്കുകളുണ്ട്, അതിൽ ഈ സൗന്ദര്യം, തിളക്കം, പച്ച നിറം എന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ അന്ധയായിട്ടുള്ള കണ്ണമ്മയ്ക്ക് പരിചയമുള്ള വാക്കുകളാണോ? അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവൾക്കൊരു പുതുമയും തോന്നിയില്ല. അല്ലേ, എന്ത് നല്ല സുന്ദരിയാണെന്നോ, നമ്മുടെയൊക്കെ അത്ര വരും, തിളങ്ങുന്ന പച്ച തട്ടുള്ള ഉടുപ്പാണ് ഇട്ടിരുന്നത്. അപ്പോൾ സുന്ദരിയാണെന്ന് പറഞ്ഞു, അപ്പോൾ സൗന്ദര്യം, തിളങ്ങുന്ന എന്ന് പറഞ്ഞു തിളക്കം, പച്ച തട്ടുള്ള പച്ച നിറം, ഇതൊന്നും തനിക്ക് പരിചയമുള്ള വാക്കുകളല്ല. അതുകൊണ്ട് കണ്ണമ്മ അന്ധയായിട്ടുള്ള അവൾക്കൊന്നും പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. പെട്ടെന്ന് അവൾ പറയുകയാണ്, ആ മോളുടെ കൈ രണ്ടും നിറയെ കുപ്പിവളകൾ, എന്നിട്ട് പറഞ്ഞ് ആ കൈ നിറയെ കുപ്പിവളകളുണ്ടെന്ന് പറഞ്ഞു. ഓ, എന്താണ് അവൾ പറഞ്ഞു, കുപ്പിവളകളെന്നല്ലേ? പെട്ടെന്ന് മനസ്സിലൊരു തെളിച്ചം. കാരണം കുപ്പിവളകൾ തനിക്ക് പരിചയമുണ്ട് അല്ലേ, പണ്ട് തൻ്റെ കൂട്ടുകാരിയായിട്ടുള്ള ദേവു കുപ്പിവളകളെക്കുറിച്ച് തനിക്ക് നന്നായി പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. പള്ളിയിൽ കുർബാന സമയത്തുള്ള മണി കിലുക്കം പോലെ കിലുങ്ങുന്ന അതേ, കുറേ നാളുകൾക്ക് മുൻപ് താനും ദേവി ചേച്ചിയും സിസ്റ്ററമ്മയുടെ മുറിയിൽ നിൽക്കുമ്പോഴാണ് ആരോ കടന്നു വന്നപ്പോൾ മണി കിലുക്കം പോലെ മനസ്സിൽ കൗതുകമുണർത്തിയ പുതിയൊരു നാദം. നാദമർത്ഥം ശബ്ദം. അപ്പോൾ കുപ്പിവളകളെന്ന് കേട്ടപ്പോൾ ഉള്ളിൽ പെട്ടെന്ന് എന്തോ ഒരു സന്തോഷം പോലെ, പെട്ടെന്ന് ഒരു തെളിച്ചം പോലെ. പിന്നെ കുറേ നാളുകൾക്ക് മുമ്പ് താനും ദേവി ചേച്ചിയും കൂടെ സിസ്റ്ററമ്മയുടെ മുറിയിൽ നിന്നപ്പോൾ കുപ്പിവളകളുടെ ഒരു മണി, കുർബാന സമയത്ത്, പള്ളിയിൽ കുർബാന സമയത്ത് മുഴങ്ങുന്ന ആ മണികൾ പോലുള്ള മണിയുടെ ശബ്ദം പോലെയുള്ള ഒരു കിലുക്കം കേട്ടിട്ട് താനൊന്ന് ദേവി ചേച്ചിയോട് ചോദിച്ചു. അപ്പോൾ ദേവി ചേച്ചി തനിക്ക് വിശദമായിട്ട് പറഞ്ഞു തന്നു, അത് കുപ്പിവളകളാണ്, വളകളുടെ കിലുക്കമാണെന്നുള്ളതൊക്കെ പറഞ്ഞു തന്നു. ആ ശബ്ദം അന്ന് മുതലേ തനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. ആ ശബ്ദമാണ് ഇപ്പോൾ വീണ്ടും കേട്ടത്. കുപ്പിവളകൾ. തൻ്റെ കൈവെള്ളയിൽ ചൂണ്ടുവിരൽ കൊണ്ട് അമർത്തി വട്ടത്തിൽ വരച്ച് കാണിച്ചു. ഇതുപോലെ ഒന്നല്ല, ഒരടുക്ക് കയ്യിലിടുമ്പോഴാണ് ഈ കിലുക്കം. വള എന്താണെന്നുള്ളത് അന്ന് ദേവ് ഇങ്ങനെ കയ്യിൽ വരച്ച് കാണിച്ചു എന്നിട്ട് പറഞ്ഞു, ഇത് ഒരു വളയാണ്, ഇത് ഒരു വള മാത്രം, കുപ്പിവള മാത്രം ആണെങ്കിൽ ശബ്ദം കേൾക്കില്ല, ഇതുപോലെ ഒരടുക്ക് കുപ്പിവളകൾ ഇടുമ്പോഴാണ് ശബ്ദം കേൾക്കുന്നത് എന്ന് ദേവ് അന്ന് പറഞ്ഞു തന്നു. ദേവി ചേച്ചി പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതാ നിൻ്റെ പതിവ് സ്ഥാനത്ത് കൊണ്ടെത്തിച്ചിരിക്കുന്നു കണ്ണമ്മ, ഇനി കോടി അഴുക്കാക്കാതെ വേഗം പെട്ടിയിൽ കൊണ്ടുവയ്ക്കുക. വരാന്തയുടെ കൈവരിയിൽ തൻ്റെ കൈ പിടിപ്പിച്ചിട്ട് അവൾ ഓടിപ്പോയി കഴിഞ്ഞു. അപ്പോൾ അവൾ കൂട്ടുകാരി ഇങ്ങനെ കണ്ണമ്മയെ കൊണ്ടുചെന്ന് അവളുടെ മുറിയിൽ, അവർ താമസിക്കുന്ന അവളുടെ ആ മുറിയിൽ പതിവ് സ്ഥാനത്ത് എത്തിച്ചിട്ട് അവളോട് പറഞ്ഞു, നീ ഈ വസ്ത്രം അഴുക്കാക്കാതെ പെട്ടി കൊണ്ട് വയ്ക്കാൻ പറഞ്ഞു. വരാന്തയുടെ കൈവരിയിൽ തൻ്റെ കൈ പിടിപ്പിച്ചിട്ട് അവൾ ഓടിപ്പോയി കഴിഞ്ഞു. തപ്പിത്തടഞ്ഞ മുറിയിൽ തൻ്റെ തകരപ്പെട്ടി കണ്ടുപിടിച്ച് ഉടുപ്പ് വെച്ചിട്ട് പതിവ് സ്ഥാനത്ത് വീണ്ടും നിലയുറപ്പിച്ചപ്പോൾ നാഗപ്പാത്തിയിൽ കൂടി വീണുകൊണ്ടിരുന്ന വെള്ളത്തിൻ്റെ ശബ്ദം നേർത്തിരുന്നു. അപ്പോൾ അതിൽ നിന്നും അവൾ മഴ ശമിച്ചു എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ഇവിടെ മുറിയിൽ വന്ന് ഉടുപ്പൊക്കെ വെച്ച്, തകരപ്പെട്ടിയിലൊക്കെ ഉടുപ്പൊക്കെ വെച്ചിട്ട് പുറത്തേക്ക് വന്ന് അവൾ ഈ കൈ പുറത്തേക്ക് നീട്ടി നോക്കിയപ്പോൾ വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ ആ വെള്ളം വീഴുന്ന ആ ശബ്ദം അത് നിലച്ച് കഴിഞ്ഞു. അപ്പോൾ അതോട് മഴ മാറി എന്നുള്ളത് മനസ്സിലാക്കി കൈ വെളിയിലേക്ക് നീട്ടി. ഇടയ്ക്കിടെ ഓരോ വെള്ളത്തുള്ളി മാത്രം പെട്ടെന്ന് നീട്ടിപ്പിടിച്ച തൻ്റെ കയ്യിൽ ആരുടെയോ കൈത്തലം. താൻ ഈ വെള്ളം ത്തിൻ്റെ നാഗപ്പാത്തിയിലൂടെ താഴേക്ക് വീഴുന്ന വെള്ളം എത്രമാത്രം ഉണ്ട് എന്നുള്ളതെന്ന് അവൾ പരീക്ഷിക്കുകയായിരുന്നു. ആ സമയത്തേക്കും തൻ്റെ നീട്ടിപ്പിടിച്ച കയ്യിൽ ആരോ കടന്ന് പിടിക്കുകയാണ്. അത് ലിസയുടെയും മേരിയുടെയും സേതുവിൻ്റെയും അല്ല, തീർച്ച. അപ്പോൾ
ഓരോ കുട്ടികളും ടെയും കൈത്തലം തൻ്റെ കൈപ്പത്തിയിൽ തൻ്റെ വന്ന് പതിക്കുമ്പോൾ അല്ലെങ്കിൽ വന്ന് പിടിക്കുമ്പോൾ അത് ആരുടെ കൈയാണെന്ന് മനസ്സിലാക്കാൻ നമ്മൾക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ദൃശ്യം എന്നൊരു നിങ്ങൾ ഒരു ചലച്ചിത്രത്തെ പേരും മറന്നുപോയി, സ്പർശമോ, മോഹൻലാലിൻ്റെ ഒരു ചിത്രമുണ്ട്. പിന്നെ ഇങ്ങനെ അന്ധനായിട്ട് ഒരു പെൺകുട്ടിയോടൊപ്പം ചേർന്ന്, മീനാക്ഷി എന്ന് പറയുന്ന ആ പെൺകുട്ടിയോടൊപ്പം ചേർന്ന് ഒരു ചിത്രം, ആ ചിത്രത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ അവിടെ ഇതുപോലെ അദ്ദേഹം ഈ പിന്നെ ഒരു ശബ്ദം കേട്ടിട്ട് അത് ആര് ആണ് എന്ന് വരെ അല്ലേ വില്ലൻ കഥാപാത്രത്തേക്ക് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇവർക്കങ്ങനെയാണ്. അപ്പോൾ പൂവിതളുകളുടെ ഇതുപോലുള്ള മൃദുസ്പർശം, ഒരു പൂവിതൾ തൻ്റെ കയ്യിൽ വന്ന് പതിക്കുമ്പോൾ അത് മൃദുവായിട്ടുള്ള ഒരു സ്പർശനം. അപ്പോൾ ആരാണ് ഓർക്കാപ്പുറത്ത് അപ്രതീക്ഷിതമായിട്ട് ധാരാവുന്നത്, മനസ്സിൻ്റെ ജിജ്ഞാസയുടെ വീർപ്പ് കൂട്ടൽ, പെട്ടെന്ന് സിസ്റ്റർ അമ്മയുടെ പരുക്കൻ ശബ്ദം. കണ്ണമൈത റോസിമോൾ നിനക്കൊരു പ്രത്യേക സമ്മാനം കൊണ്ടുവന്നിരിക്കുന്നു, വേഗം കൈ നീട്ടി കൊടുക്കുക. ഇതാ റോസിമോൾ അല്ല, ഈ വന്ന അതിഥിയുടെ മകള് റോസി, ഇതാ നിനക്കൊരു സമ്മാനമായിട്ട് വന്നിരിക്കുകയാണ്, അതുകൊണ്ട് കൈ നീട്ടി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ എന്താ സംഭവിച്ചത്? അപ്പോൾ റോസിമോൾ ഒരു സെറ്റ് കുപ്പിവളകൾ ഇവരുടെ കൈകളിൽ അണിയിക്കുകയാണ്. അപ്പോൾ അതാണ് ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷമാണ് ഇവൾക്കുണ്ടായത്. അപ്പോൾ ഇവളുടെ സന്തോഷം ഇവളുടെ മുഖത്ത് തെളിഞ്ഞപ്പോൾ അത് റോസിക്കും വലിയ സന്തോഷമുണ്ടായി. അപ്പോൾ ചുരുക്കത്തിൽ ഒരു മന്ത്രനാദം കേൾക്കുന്ന തിരക്കിൽ അവളെല്ലാം മറന്ന്, കണ്ണമ്മ മറ്റെല്ലാം മറന്നുപോയ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. ഒന്നുമെന്ന് മനസ്സിലായില്ല എങ്കിലും വേഗം കൈ നീട്ടി പിടിച്ചു. സിസ്റ്റർ അമ്മയാണ് പറഞ്ഞത്, അല്ല സിസ്റ്റർ അമ്മ എന്ത് പറഞ്ഞു? കൈ നീട്ടി കൊടുക്കാൻ പറഞ്ഞു, വേഗം കൈ നീട്ടി കൊടുക്കാൻ പറഞ്ഞു. ഇവൾ പെട്ടെന്ന് കൈ നീട്ടി കൊടുത്തു അല്ലേ. അപ്പോൾ പെട്ടെന്ന് കലപില കൂട്ടുന്ന കുപ്പിവളകളുടെ കിലുങ്ങുന്ന സ്വരം ലിസ പറഞ്ഞ ആ നല്ല അമ്മയുടെ മകളായിരിക്കും. രണ്ട് കൈയും നിറയെ കുപ്പിവളകൾ അണിഞ്ഞിരുന്നുവെന്നല്ലേ ലിസ പറഞ്ഞത്. അപ്പോൾ ഈ കുപ്പിവളകളുടെ ശബ്ദം കേട്ടപ്പോൾ ഇവൾക്ക് മനസ്സിലായി വന്ന അതിഥിയുടെ മകളായിരിക്കും, അല്ല ലിസ പറഞ്ഞ ആ നല്ല അമ്മയുടെ മകളാണ് തൻ്റെ മുൻപിൽ നിൽക്കുന്നതെന്ന് മനസ്സിലായി. എന്ത് സംഭവിക്കുന്നതെന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ കലവില കൂട്ടുന്ന കുപ്പിവളകൾ തൻ്റെ കൈത്തണ്ടിലേക്ക് വിശ്വസിക്കാനാവാതെ പതുക്കെ തടവി നോക്കാൻ കൈപ്പട മനക്കിയപ്പോൾ മണികിലുക്കം പോലെ കൗതുകമുണർത്തുന്ന നാദം, മണികിലുക്കത്തിൻ്റേതായിട്ടുള്ള ശബ്ദം. പെട്ടെന്ന് മനസ്സിൽ ആഹ്ലാദത്തിൻ്റെ രോമാഞ്ചം, ഉള്ളിൽ ഒതുങ്ങാതെ അത് ശരീരത്തിലാകെ പടർന്നു കയറുകയാണ്. നോക്കാമേ, ആ കുട്ടിയുടെ മുഖത്ത് എന്തൊരു തെളിച്ചം, നോക്കാം അമ്മേ ആ കുട്ടിയുടെ മുഖത്ത് എന്തൊരു തെളിച്ചമെന്ന് ഈ കുട്ടി മകള് റോസിമോള് തൻ്റെ അമ്മയോട് പറയുകയാണ്. ആരാണ് ആ പറഞ്ഞത്? എന്തോ അറിഞ്ഞുകൂടാ. കൈകൾ കുലുക്കി കുപ്പിവളകളുടെ മന്ത്രനാദം കേൾക്കുന്ന തിരക്കിൽ അവൾ മറ്റെല്ലാം മറന്നു പോയിരുന്നു. ഇപ്പോൾ കണ്ണമ്മയുടെ അനുഭവ ലോകത്തെ അവതരിപ്പിക്കുന്ന ഒട്ടനവധി സന്ദർഭങ്ങളാണ് ഈ പാഠഭാഗത്തുള്ളത്. കാരണം കണ്ണമ്മയുടെ ലോകം എന്ന് പറയുന്നത് ശബ്ദങ്ങളുടേതാണ്, അത് നിറങ്ങളുടേതല്ല അല്ലേ, ആകൃതികളുടേതല്ല, ശബ്ദങ്ങളിലൂടെ ലോകത്തെറിയുന്ന കണ്ണമ്മ എന്ന് പറയുന്ന പെൺകുട്ടി. ശാരീരികമായിട്ടുള്ള വെല്ലുവിളികൾ അതിജീവിച്ച് ജീവിത വിജയം നേടിയ വ്യക്തികളെക്കുറിച്ചുള്ള ചില പഠനങ്ങൾ കൂടെ ഇതോടൊപ്പം ചേർന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വൈകല്യം എന്ന് പറയുന്നത്, ഇന്ന് വൈകല്യം വികലാംഗരെന്നൊന്നും പറയല്ലേ, ഭിന്നശേഷിക്കാരെന്നാണ് പറയുന്നത് അല്ലേ. ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്ക് ചില സാധാരണ ആളുകൾക്കില്ലാത്തതായിട്ടുള്ള തന്നെ ചില പ്രത്യേകമായിട്ടുള്ള കഴിവുകളൊക്കെ അവർക്ക് കിട്ടാറുണ്ട്. അതൊക്കെയും പരമാവധി പ്രയോജനപ്പെടുത്തി ജീവിത വിജയം നേടിയ ഒട്ടേറെ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ നമുക്കുണ്ട്. ഹെലൻ കെല്ലറെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വ്യക്തികൾ നമുക്ക് തന്നെ അറിയാം. നമ്മുടെ മലയാള ചലച്ചിത്ര രംഗത്ത് അടുത്ത കാലത്ത് ഗായിക അല്ലേ, അപ്പോൾ ഇതുപോലെ ധാരാളം ആളുകൾ ഒക്കെ ഈ ശാരീരികമായിട്ടുള്ള വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ജീവിത വിജയം നേടിയവരുണ്ട്. അവരൊക്കെ നമുക്ക് വലിയ ഉത്തേജനം പകർന്നു തരുന്ന ആളുകളാണ്. ഏതായാലും ഒരു അന്ധയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ലോകം ശബ്ദങ്ങളുടേതായിരുന്നു. ഈ ശബ്ദങ്ങളുടെ ലോകത്ത് ജീവിച്ച കണ്ണമ്മ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു.